ഞാനിന്ന് റവയും ഗോതമ്പും വെച്ചൊരു പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഒരു കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊടിപ്പിക്കാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൊടിപ്പിച്ചെടുക്കണം. അര കപ്പ് ഗോതമ്പും ആദ്യം ഇതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അര കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് മതി, അത് നമുക്ക് വേണ്ടുള്ളൂ. ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിപ്പിച്ച് വരട്ടെ. അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിക്കുകയാണ്. തച്ചിട്ട് വേണം വരട്ടാൻ. എല്ലാവരുടെ സപ്പോർട്ടും സാധനവും പിന്നെ ലൈക്കും കമൻറ്റും എല്ലാവരും എനിക്ക് വേണം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പൂരിക്ക്. ഞാൻ ലേശം 1.5 സ്പൂൺ പഞ്ചാര കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളിൽ അപ്പസോഡ കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലോണം മിക്സാക്കി കൊടുക്കട്ടെ. 1.5 സ്പൂൺ ഉപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞമ്മളിലേക്ക് ലേശം എണ്ണ പറഞ്ഞിട്ട് വെളിച്ചെണ്ണ. എണ്ണയിൽ പറഞ്ഞു കൊടുക്കുന്ന വെളിച്ചെണ്ണ കുറച്ചേ വേണ്ടുള്ളൂ. വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ മക്കളെ നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാൻ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കട്ടെ. നന്നായി ഒന്ന് പൊടി കൂടെ എണ്ണ പൊടിച്ച് വരണം. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണത്തില്ലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ മക്കളെ. എണ്ണ വെള്ളം പറഞ്ഞിട്ടുണ്ട്. പാകത്തിന് വെള്ളം പറഞ്ഞെടുക്കണം. വെള്ളം ഏറാൻ പാടില്ല. കുറച്ചായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെയാണ് കുഴക്കണത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുഴ നേരായില്ലെങ്കിൽ പൂരിക്ക് ടേസ്റ്റ് കിട്ടൂല. നമുക്ക് റവ പൊടിക്കാതെ ഉണ്ടാക്കാൻ മക്കളെ. അപ്പം എന്താ അല്ലാതെ നമുക്ക് പറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പൊടി ഈ റവ പൊടിച്ചിരിക്കുന്നത്. ഒരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ കുഴച്ചതിന് ശേഷം. മക്കളെ ഇതേ പരുവത്തിൽ വേണം. ഇതേ പരുവത്തിൽ ആയാലും അതങ്ങനെയാണ്. ഇപ്പം തന്നെ ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്ര പോലെ ഉരുള എടുക്കാവും പൂരിക്ക്. നല്ലതായിട്ട് നമ്മളിത് കുറച്ച് എണ്ണ ഇതിൽ കൂടെ പറഞ്ഞിട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ടൊന്ന് മൂടി വെക്കണം. ഗൈസ് മക്കളെ തന്നെ പോലെ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ലേശം എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ലേശം എണ്ണ തടവി കൊടുത്തിട്ട് ഒന്ന് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കുഴക്കുക. ഹസ്ബൻഡാണ് ചായക്ക് കാത്തുത്തിരിക്കുകയാണ്. മോനാണെങ്കിൽ ചായക്ക് കാത്തുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ചായ കൊടുക്കാൻ. അതാണ് എൻ്റേത്. ഇവിടെ ഞാൻ അതൊന്ന് മൂടി കൊടുക്കുക. എന്താ ഈ അടപ്പുകൊണ്ട് ഒന്ന് കുറച്ച് 1.5 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഗൈസ് ഞാനിതാ പൂരി ഉണ്ടാക്കാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ പൂരി സോഫ്റ്റായി വന്നിട്ടുണ്ട്. സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് പൂരി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് ഇതാ കുഴക്കാൻ പോകാം. ചപ്പാത്തി പോലെ കുഴക്കാൻ അത്ര ഉരുളേന് വേണ്ടുള്ളൂ. ഈ വെറ്റേ വേണ്ടുള്ളൂ. ഇതേപോലെ ഉള്ള ഞങ്ങൾ പരത്താൻ പോവുകയാണ്. ലേശം പൊടി പലപ്പൊടി ഇട്ടിട്ട് അങ്ങനെ എന്നാൽ നമ്മൾ ഈ പ്രസ്സുമ്മ പത്തിരി വരുന്ന പ്രസ്സുമ്മ ഇട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അമർത്തി കൊടുക്കുക. അപ്പോൾ അതേ വട്ടത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുക. പറ്റി ഇതിൽ ഒന്ന് കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. ഇത്ര വലുപ്പേ പറ്റുള്ളൂ. ഇത്ര വലുപ്പേ പറ്റുള്ളൂ. മക്കളെ ഈ വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളെല്ലാവരും നല്ല ടേസ്റ്റ് കിട്ടും. ഈ പൂരിക്ക് പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പൂരിയുടെ മാതിരിയല്ല ഈ പൂരി. ഹലോ ഗൈസ്, ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓയിലെണ്ണ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാൻ ഓയിലെണ്ണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എനിക്ക് ഈ റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ പൂരി ഇതവിടെ പരത്തി ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൂരി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ചൂടായിക്കണമെന്ന് നോക്കട്ടെ. എല്ലാം ഒന്ന് ലേശം പിച്ചിട്ട് ചൂടായിക്കണമെന്ന് നോക്കട്ടെ.
ചൂടായിട്ടുണ്ട്. ഒന്നും നല്ലോണം ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളെ പൂരി എണ്ണ കാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂരി ഏകദേശം പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല പൂരിയായി വരുന്നുണ്ട്. നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം മൂക്കട്ടെ. വല്ലാതെ മൂക്കല്ല, ഒരു പാകത്തിന് മീഡിയം സൈസിലൊന്ന് മൂത്ത് വരണം. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ നല്ലോണം ചൂടായിട്ടില്ല. എണ്ണ ഒന്നും ചൂടായി വന്നാലും നല്ല ചുവപ്പൊക്കെ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ചട്ടിയിൽ എടുക്കാൻ പോവുകയാണ്. എണ്ണ നല്ല ചൂടായി വരട്ടെ. ചൂടായി വരുന്നുണ്ട്. നല്ല പുക വന്നിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പൂരി ഇട്ട് കൊടുത്തിട്ട് പൊള്ളച്ച് നല്ല ചൂടായപ്പോൾ നല്ല പൊള്ളച്ച് വന്നതാണ്. നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. എണ്ണയൊക്കെ ചൂടായി കിടത്തില്ല. അപ്പോൾ നമ്മൾ വേഗം ചട്ടിയിലെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും. അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. വേഗം എണ്ണ നല്ല ചൂടായതുകൊണ്ട് വേഗം കരിയാൻ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെയാണ് അപ്പോൾ റവ പൂരി തയ്യാറാക്കേണ്ട വിധം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാവരും അറിയിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് എല്ലാവരും ചുട്ട് വെക്കണം. അങ്ങനെ പപ്പടം പോലത്തെ പൂജയാണ് ലെവലായിട്ടുണ്ട്. ഇതിങ്ങനെ കറിയൊന്നുമില്ലാതെ വെറുതെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടിലൂടെ കോഴിക്കറിക്കൂടെ ബീഫിലൂടെ ഒക്കെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൂർക്കയും ബീഫും പള്ളിയിൽ വെക്കണ പോലെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ലേശം ബാക്കി കറിയുണ്ട്. അതിലേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടമല്ല ഉണ്ടാക്കുന്നത്. ഒന്ന് കാണിക്കാം. എല്ലാം കണ്ട പൊള്ളച്ച് വന്നിക്കണം. അതേമാതിരി പൊള്ളക്കണം. നമ്മളെ പൂരി എല്ലാം പൊള്ളച്ചു. ഇതാ നമ്മളെ പൂരി ഇവിടെ ലെവലായി വന്നിട്ടുണ്ട്. ഇതാ നല്ല അത് കഴിക്കാൻ പോവുകയാണ്. ഈ പൂരി കഴിക്കാൻ പോവുകയാണ്. ഇതാ അതിക്ക് നല്ല ബീഫും കൂർക്കയും കൂടി കറി വെച്ചതുണ്ട്. ഇതാ നല്ല ബീഫും കൂർക്കയും കുറുന്നനെ കറി വെച്ചിട്ടുണ്ട്. എല്ലാവരും പോകും. നല്ല ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല പാൽച്ചായ ഉണ്ട്. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. നല്ല മൊരിനായിട്ടുണ്ട്. നല്ല ഇതാണ് കുടിക്കാനായിട്ട്. നല്ല ടേസ്റ്റുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി കറി കഴിക്കാൻ ഇഷ്ടമല്ല, വെറുതെ കഴിക്കാൻ ഇഷ്ടം. എന്നാൽ ഞാൻ കറി വെച്ച് തിന്നാൻ പോവുകയാണ്. നല്ല രസമാണ്. കാരണം ഒപ്പ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നിർദ്ദേശങ്ങൾ അറിയിക്കണം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ.